ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം പറയാനാണ്. വേറെ ഒന്നുമില്ല, ഞാനൊരു ഹോം ബേക്കറാണ്. അപ്പോൾ അത്യാവശ്യം ഒരു വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഈ ബേക്കിംഗ് തുടങ്ങിയിട്ട്. അത്യാവശ്യം ഓർഡറുകളൊക്കെ കിട്ടി, ഞാൻ ഒരുപാട് കേക്കുകൾ കൊടുത്തിട്ടുമുണ്ട്. എൻ്റെ കേക്കുകൾക്ക് ആരും ഇതുവരെ ഒരു മോശവും പറഞ്ഞിട്ടില്ല. കേക്ക് കൊള്ളൂലെന്നോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ലെന്നോ അല്ലെങ്കിൽ വേറെ ടേസ്റ്റ് എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്ന കേക്കിന് വരെ നല്ല അടിപൊളി റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്, നല്ല റിവ്യൂ ആയിരുന്നു എനിക്ക് വന്നിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ വെളിയിലോട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതും. അപ്പോൾ ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്, യൂട്യൂബ് വീഡിയോസ് നോക്കിയാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഇത്രത്തോളം എനിക്ക് ഇത്രയും വിഷമം വരാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതായത് എൻ്റെ ഫ്രണ്ട്സായാലും അടുത്ത ബന്ധുക്കളായാലും അറിയാവുന്നവരായാലും എനിക്ക് ഓർഡർ തരുന്ന കുറച്ച് പേരുണ്ട്, സ്ഥിരം ഓർഡർ തരുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവർ ഓർഡർ തന്നുകൊണ്ടിരുന്നവർ വേറൊരു കേക്ക് അല്ലെങ്കിൽ കടയിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയെന്നെങ്കിലും കേക്ക് വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തത്ര വിഷമം എനിക്കുണ്ടായി. അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കേക്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം. വിഷമാവും അല്ലെങ്കിൽ അവർക്ക് എന്തോ പോലെ തോന്നും, അങ്ങനെ ഒന്നുമുള്ളൊരു വിചാരം വേണ്ട. എന്ത് മിസ്റ്റേക്ക് കേക്കിലുണ്ടെങ്കിലും എൻ്റെ കേക്ക് വാങ്ങിക്കുന്നവർ തുറന്ന് പറയണം. ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയണം, എങ്കിലേ നമുക്കത് ക്ലിയർ ചെയ്ത് അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. ഒട്ടും പറയാൻ പറ്റാത്തത്ര വിഷമം, കണ്ണ് വരെ നിറഞ്ഞു പോയി. കാരണം ഇപ്പോൾ ഓർഡറൊന്നും കിട്ടാതിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഓർഡറും പ്രതീക്ഷയൊക്കെയാണ് നമ്മൾ ഓരോ ഹോം ബേക്കേഴ്സും ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഹോം ബേക്കേഴ്സിനും ഇതേപോലെ ഒരു 100 കൂട്ടം വിഷമങ്ങൾ പറയാൻ കാണും, ഇതിലപ്പുറവും കാണും. പക്ഷേ എനിക്കിത് ആദ്യമായിട്ട് സംഭവിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ കേക്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് പറയണം, പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം, എങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.